വെനസ്വേലയെ ഇനി അമേരിക്ക ഭരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശരിയായ അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനസ്വേലയെ നയിക്കും. ആവശ്യമെങ്കിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ട്രംപിന്റെ ഭീഷണി. അതിനിടെ അധിനിവേശം നടത്തി അമേരിക്ക ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടു. ഫൈസൽ ഹംസ വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഈ വെനസ്വേലൻ കടന്നാക്രമണത്തിൽ നയം വ്യക്തമാക്കി അല്പസമയം മുമ്പാണ് ലോകത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്തത്. ഇതിപ്പോൾ വെനസ്വേലയുടെ ആധിപത്യം അത് അമേരിക്ക കൈക്കലാക്കിയിരിക്കുന്നു എന്ന അവകാശവാദമാണോ ട്രംപ് ഇപ്പോൾ ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്? ഒപ്പം ഈ വെനസ്വേലൻ പ്രസിഡന്റ് മദൂറോയുടെ ബന്ദിയാക്കിയ വിവരത്തെ സംബന്ധിച്ചും ഇനി വിചാരണ നേരിടേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ശ്രുതി ആര്യ, വെനസ്വേലയിൽ എന്താണ് തന്റെ അടുത്ത പ്ലാൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അധിനിവേശം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരിയായ അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനസ്വേല തങ്ങൾ ഭരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. ഒരു ഇടക്കാല സർക്കാർ അമേരിക്ക രൂപീകരിക്കുമോ അതോ അമേരിക്ക നേരിട്ട് തന്നെ ഭരിക്കുന്ന രീതിയിൽ വെനസ്വേലയെ കൈയടക്കുമോ എന്നാണ് അറിയാനുള്ളത്. അതിനെന്തായാലും കാത്തിരിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക വെനസ്വേലയിലെ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെനസ്വേലയിലെ എണ്ണ വിപണിയിൽ അമേരിക്കൻ കമ്പനികൾ കടന്നു കയറും അല്ലെങ്കിൽ സാന്നിധ്യം ഉറപ്പാക്കും എന്ന് ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല അത് വെനസ്വേലയുടെ സമൃദ്ധിക്ക് കാരണമാകുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. അതായത് ട്രംപിന്റെ ലക്ഷ്യം വെനസ്വേലയുടെ സമ്പത്താണ്, അവിടുത്തെ എണ്ണയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഈ അധിനിവേശത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം വെനസ്വേലയിലെ എണ്ണ തന്നെയാണ് എന്നുള്ളതാണ്. അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസ്വേലയിലെത്തും എന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയ്ക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. മദുരോ ഏകാധിപതിയാണ്. മാത്രമല്ല മദുരോ മയക്കുമരുന്ന് കടത്തിനായി ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തിനായി അദ്ദേഹം നയതന്ത്ര പാസ്പോർട്ടുകൾ വരെ ഉപയോഗിച്ചു എന്നുള്ള ആരോപണവുമുണ്ട്. ഇപ്പോൾ ബന്ദിയാക്കിയ മദുരോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉള്ളത് അമേരിക്കയുടെ നാവികസേന കപ്പലിലാണ്. ഇരുവരെയും ന്യൂയോർക്കിലെത്തിക്കും. എന്നിട്ട് അമേരിക്കൻ നിയമമനുസരിച്ച് ഇരുവരും വിചാരണ നേരിടേണ്ടി വരും എന്നുകൂടി പറയുന്നു. മാത്രമല്ല വെനസ്വേലയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും സൈനിക മേധാവികൾക്കും ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. ആരെങ്കിലും അമേരിക്കയുടെ മേധാവിത്വത്തിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരിക്കാനുള്ള നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നാൽ അവർക്കും മദുരോ ഒരു പാഠമാണ്, അതേ ഗതി തന്നെ നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി വെനസ്വേല അമേരിക്ക പിടിച്ചടക്കിയിരിക്കുന്നു. ശ്രുതി ആര്യ. ഫൈസൽ, മഡൂറോ ഇനിയിപ്പോൾ അമേരിക്കയിൽ മഡൂറോയും ഭാര്യയും വിചാരണ നേരിടേണ്ടി വരും അമേരിക്കയിൽ എന്നുള്ളതാണ്. ഇപ്പോൾ വെനസ്വേലയിലെ സാഹചര്യം എന്താണ്? വെനസ്വേലയിൽ ഇനി ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ നിലവിൽ അതിൻ്റെ സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആവശ്യമുണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയുടെ ഈ ഒരു അധീശത്വത്തിന് വെനസ്വേല വഴങ്ങിയിട്ടില്ല എങ്കിൽ അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നാൽ, അവിടെ പ്രതിരോധങ്ങൾ ഉയർന്നാൽ വീണ്ടും അതിശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ചരിത്രപരമായ ആക്രമണം അല്ലെങ്കിൽ നടപടി എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ കര, നാവിക, വ്യോമ സേനാംഗങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നും ഒരു സൈനികന് പോലും ഒരു പോറലും ഏറ്റിട്ടില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ വെനസ്വേലയിൽ 7 ഇടങ്ങളിലാണ് സ്ഫോടനം നടന്നത്, ആക്രമണം നടന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാർലമെന്റ് കെട്ടിടത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്ക് നേരെ, വ്യോമ താവളങ്ങൾക്ക് നേരെ അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾക്ക് നേരെയെല്ലാം ആക്രമണം നടത്തി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചാണ് ഈ തരത്തിൽ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയെയും ഭാര്യയെയും അമേരിക്ക ബന്ദിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അവിടെ നിന്ന് കാരക്കസിലടക്കം വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. അവർ എന്താണ് അടുത്ത ഭാവി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. അതേസമയം തന്നെ വെനസ്വേലൻ സർക്കാർ മദുരോ ഈ പിടിയിലാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വെനസ്വേലൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു തരത്തിലുമുള്ള കീഴടങ്ങൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ചർച്ചയ്ക്കും ഇനി തയ്യാറല്ല എന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയുടെ അധിനിവേശത്തെ
പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, അതെത്രത്തോളം സാധ്യമാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ ഈ അധിനിവേശത്തിൽ ലോകമാകെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തിന് വലിയ ആശങ്കയുണ്ട്. റഷ്യ അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നീക്കത്തെ ഏത് തരത്തിലാണ് പ്രതികരിച്ചത്? സ്വാഭാവികമായും വെനസ്വേലയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് റഷ്യ, ചൈന, ഇറാൻ, അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയ, ചിലെ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം ശക്തമായി അപലപിച്ചിരിക്കുന്നു ഈ ആക്രമണത്തെ. മാത്രമല്ല റഷ്യ UN രക്ഷാസമിതി ഉടൻ യോഗം ചേരണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പക്ഷേ മധുര തുടരുന്നത് ഇല്ലീഗലായിട്ടാണ്, നിയമപരമല്ല എന്നുള്ള രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് സ്പെയിനിൽ നിന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം മറികടന്നുകൊണ്ടുള്ള ഈ കടന്നുകയറ്റത്തെ ചെറുക്കേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് സ്പെയിൻ പ്രതികരിച്ചിട്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഉള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നത് അത് ലോകത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഒരു യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളൊന്നും ഈ വിഷയത്തെ വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഇരുപക്ഷവും സമാധാനപരമായി കാര്യങ്ങൾ നീക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഈ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് നിലവിൽ വെനസ്വേലയുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടത് സ്വഭാവം പുലർത്തുന്ന രാജ്യങ്ങൾ മാത്രമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു വശത്ത് പക്ഷേ UN ഇക്കാര്യത്തിലും നേരത്തെ നമ്മൾ ഇറാൻ യുദ്ധമുണ്ടായപ്പോൾ ഇറാനിൽ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ UN-ന്റെ ഒരു നിസ്സംഗത കണ്ടതാണ്. ഈ വിഷയത്തിലും കേവലമായ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് ഒരു നടപടിയും ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് UN-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുള്ളത്. അതിസങ്കീർണമായ സാഹചര്യമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, മെക്സിക്കോയ്ക്കും അമേരിക്ക ഈ തരത്തിലുള്ള ഒരു വാണിംഗ് നൽകിയിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മെക്സിക്കോയിൽ നിന്നും വലിയ തരത്തിലുള്ള മയക്കുമരുന്ന് കടത്ത് അമേരിക്കയിലേക്കുണ്ട്. മയക്കുമരുന്ന് സംഘങ്ങളാണ് മെക്സിക്കോയെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് വെനസ്വേലയ്ക്ക് ശേഷം മെക്സിക്കോയിലേക്കും കടന്നു കയറാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എന്തായാലും അതൊരു തരത്തിലുള്ള മുന്നറിയിപ്പായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം മെക്സിക്കോയിൽ നിന്നുള്ള ബോട്ടുകൾക്ക് നേരെ കൂടി നേരത്തെ വെനസ്വേലയിൽ നിന്നുണ്ടായ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയതുപോലെ തന്നെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം കൂടി വന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത് ഇറാനുള്ള മുന്നറിയിപ്പാണ്. വെനസ്വേല ഇറാനുള്ള ഒരു താക്കീതാണ് എന്നുള്ളതാണ്. ഇറാൻ ഭരണകൂടം വെനസ്വേലയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കിക്കാണണമെന്ന് ഒരു മുന്നറിയിപ്പ് ഇസ്രായേലും നൽകിയിട്ടുണ്ട്. എന്തായാലും എന്താണ് ഈ ലോകത്ത് വീണ്ടും കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ലോക സമാധാനത്തിന് വേണ്ടി തനിക്ക് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞു ലോകം മുഴുവൻ യുദ്ധങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ ശ്രമിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കി നടന്ന ഡൊണാൾഡ് ട്രംപാണ് ഒടുവിൽ ഒരിക്കൽ കൂടി ഒരു രാജ്യത്ത് അതിക്രമിച്ച് കടന്നുകൊണ്ട് അതിൻ്റെ പരമാധികാരം റദ്ദാക്കിക്കൊണ്ട് ഒരു പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും ബന്ദിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.